എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. നമ്മളാരും ഞാനും നമിതയൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്നൊരുക്കുന്നൊരു സിനിമ തന്നെയാണ്. നാദൃഷിയാണെങ്കിലും റാഫ്ബേ ആണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ റാഫ്ബേയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരമുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ സൗഹൃദമുണ്ട് ഞാൻ നാദൃഷിയും തമ്മിൽ. പക്ഷേ നാദൃഷിയുടെ സിനിമയിൽ യേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് അഭിനയിച്ചത്. ഇന്ന് റാഫ്ബേയുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ആള് വല്ലാണ്ട് വളർന്നു. അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ സന്തോഷം. പിന്നെ നാദൃഷിനെ സംബന്ധിച്ച് ഏത് സിനിമയും കാരണം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ്. അപ്പം ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാദൃഷ എല്ലാവർക്കും അറിയാം. പൃഥ്വിനെയും ജയസൂര്യ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി എല്ലാവരും വെച്ചിട്ട് നമിത. അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി. ഇവൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ജയിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ നായകത്തോട് ഞാൻ ആ സിനിമ നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചു. കാരണം എന്തായാലും ആ സിനിമ വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ ആൽവിൻ ആൻ്റണി കൊണ്ടുപോയി. പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ക്ഷമിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. കട്ടപ്പനയിൽ ഋതിക് റോഷൻ ആ സിനിമ നിർമ്മിക്കാൻ അവസരമുണ്ടായി. അങ്ങനെ വിഷ്ണു വന്നു. ഇന്ന് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവൻ്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത്. അല്ല നിക്കർ കേട്ട അല്ല സാറിങ്ങനെ നിക്കറിട്ട് വന്നപ്പോൾ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത് നിർമ്മാതാവിൻ്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട്. കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. പാൻറ്റ് ഊരിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിൽ പാൻറ്റ് ഇട്ടിട്ട് നനച്ചപ്പൊക്കെ. എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ, വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയം തന്നെയാണ്. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യം നമ്മൾ നേരുന്നു. അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട്, തങ്കമണി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒന്ന് വരണം. അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാം. വലിയ സന്തോഷം. കൊടുക്കും. എവിടെയാ എല്ലാവർക്കും ഹായ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.